തൃശൂർ കുറ്റിപ്പുറം റോഡ് പണി നിലച്ചതോടെ വലയുന്നത് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ്. അന്യ സംസ്ഥാനക്കാരുൾപ്പെടെയുള്ളവർ ഏറെ സഞ്ചരിക്കുന്ന തൃശൂർ കുറ്റിപ്പുറം റോഡാണ് സംസ്ഥാനത്തിന്റെ തെക്കുവടക്ക് പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത്. ക്രമാതീതമായ വാഹനത്തിരക്ക് പരിഗണിച്ചാണ് റോഡ് വീതി കൂട്ടി നവീകരിക്കുവാൻ തീരുമാനമായത്. 2012 നിർമ്മാണം തുടങ്ങിയെങ്കിലും ഇപ്പോഴും പൂർത്തിയാകാതെ പാതി വഴിയിൽ നിലച്ച മട്ടിലാണ്. സർക്കാരിന്റെ അനാസ്ഥ മൂലം നിത്യേനയുള്ള റോഡ് അപകടങ്ങൾക്കും വലിയ ഗതാഗത കുരുക്കിനുമാണ് ഈ മേഖല സാക്ഷ്യം വഹിക്കുന്നത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ റോഡ് പണിയാണ് പാതി വഴിയിൽ നിലച്ചിരിക്കുന്നത്. തൃശൂർ മുതൽ കല്ലുംപുറം വരെയുള്ള 32 കിലോമീറ്റർ റോഡ് പണി സ്തംഭിച്ചതോടെ ഇതുവഴിയുള്ള വാഹനയാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള കലുങ്കുകളും ചെറിയ പാലങ്ങളും വീതി കൂട്ടി നിർമ്മിക്കാനുള്ള നടപടികളും മുടങ്ങിയതോടെ റോഡപകടങ്ങൾക്കും രൂക്ഷമായ ഗതാഗത കുരുക്കിനുമാണ് ഇടയാക്കുന്നത്. പേരാമംഗലം മുണ്ടൂർ പ്രദേശത്തെ കോൺക്രീറ്റ് റോഡ് നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നു. 2021 സെപ്റ്റംബർ മാസത്തിൽ ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തിയാണിത്. 2 വർഷമാണ് ആ നിർമ്മാണ പ്രവൃത്തിയുടെ കാലാവധി. അന്ന് ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട MLAയും മുഖ്യമന്ത്രിയും ഒക്കെ സൂചിപ്പിച്ചത് 2 വർഷം കൊണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ്. പക്ഷേ വളരെ ഒരു 1.5 കിലോമീറ്റർ ദൂരം പോലും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇന്ന് വരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ റോഡിലെ നിലവിലുള്ള പാലങ്ങൾ പൊളിച്ചു പണിയുന്ന പ്രവൃത്തികൾ, കൽവർട്ടുകൾ പൊളിച്ചു പണിയുന്ന പ്രവൃത്തികളൊന്നും ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 മാസക്കാലമായി ഈ റോഡിൻ്റെ ഒരു നിർമ്മാണ പ്രവൃത്തിയും ഈ റോട്ടിൽ നടന്നു വരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തലങ്ങളിൽ നമ്മൾ ഭാരവാഹികളായി അധികാരികളുടെ അടുത്ത് ഒട്ടനവധി തവണ ഈ പരാതികളൊക്കെ ഉന്നയിച്ചെങ്കിലും ആരും തന്നെ തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു അവസ്ഥയാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. കാലവർഷം വരുന്നതോടുകൂടി നിലവിലുള്ള റോഡിൻ്റെ പ്രതലം പോലും പൊളിഞ്ഞ് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഈ 2 വീലർ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ വളരെ അപകടം പിടിക്കുന്നൊരവസ്ഥ ഇപ്പം നിലവിലുണ്ട്. അത് കുറേയും കൂടി ആഴത്തിൽ കുറേയും കൂടിയും അപകടങ്ങൾ ഉണ്ടാവാനുള്ള ഒരു വലിയ സാധ്യതയാണ് ഇപ്പം ഞങ്ങൾ കാണുന്നത്. സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ നിർമ്മാണ കമ്പനിക്ക് പണം നൽകാതിരിക്കുന്നതാണ് റോഡ് നിർമ്മാണം മുടങ്ങാൻ കാരണം. പൂങ്കുന്നം മുതൽ കൈപ്പറമ്പ് വരെയുള്ള പ്രദേശത്തെ കലുങ്ക് നിർമ്മാണവും മുടങ്ങിക്കിടക്കുകയാണ്. പ്രദേശത്തെ കലുങ്ക് നിർമ്മാണം മുടങ്ങിയതിനാൽ ഈ മേഖലയിൽ ഗതാഗത കുരുക്കും അതിരൂക്ഷമാണ്. പേരാമംഗലം മുണ്ടൂർ പ്രദേശത്തെ കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണം നിലച്ചതോടെ പല സ്ഥലങ്ങളിലും കോൺക്രീറ്റ് റോഡിനായി സ്ഥാപിച്ച കമ്പികൾ നീണ്ടു നിൽക്കുന്നതും വലിയ അപകടങ്ങൾക്കാണ് ഇടയാക്കുന്നത്. റോഡപകടങ്ങൾ കൂടിയതോടെ മുണ്ടൂർ പള്ളിക്ക് മുൻഭാഗത്ത് പള്ളിയിലെ യുവജന സംഘടനകളാണ് വീപ്പ കൊണ്ടുള്ള താൽക്കാലിക ബാരിക്കേഡുകൾ സ്ഥാപിച്ചത്. പേരാമംഗലം ഭാഗത്ത് 100ഓളം മീറ്റർ കോൺക്രീറ്റ് കൂടി നടത്തിയാൽ ഈ മേഖലയിൽ സുഗമമായി വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും. റോഡ് കോൺക്രീറ്റിനായി കൊണ്ടുവന്ന വലിയ മെഷീൻ വരെ റോഡിൽ തന്നെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഗതാഗതക്കുരുക്ക് സ്കൂൾ തുറക്കുന്നതോടെ ഏറെ വർദ്ധിക്കും. വാഹന ഗതാഗതക്കുരുക്കിൽപ്പെട്ട് സ്വകാര്യ ബസ്സുകളുടെയും KSRTCയുടെയും എല്ലാം ഏറെ സമയമാണ് നഷ്ടപ്പെടുന്നത്. നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കാൻ സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന മിന്നൽ പാച്ചിൽ ഈ മേഖലയിൽ ഒട്ടേറെ വിലപ്പെട്ട ജീവനുകൾ കവർന്നെടുക്കുകയും ചെയ്യുന്നു. റീബിൽഡ് കേരളയിൽ റോഡ് പണി തുടങ്ങിയതിനാൽ നിലവിലെ റോഡിലെ പ്രതലം ബലപ്പെടുത്താനോ മിനുസപ്പെടുത്താനോ പൊതുമരാമത്ത് വകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നുമില്ല. പ്രതലത്തിന്റെ മിനുസം നഷ്ടപ്പെട്ടതോടെ വലിയ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ അപകടങ്ങൾക്കും കാരണമാകുന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഈ മഴക്കാലമാണ് വരുന്നത്. ആ മഴക്കാലം വരുന്ന സമയത്ത് റോഡ് ഈ സ്ഥിതിയിൽ കിടന്നാൽ നമുക്ക് യാതൊരു തരത്തിലും ഗതാഗതത്തിന് കഴിയില്ല. ഈ ഭാഗത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ദൂരം പോലും നമുക്ക് ഈ വർഷങ്ങളായിട്ട് കഴിയാത്ത 2 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പകുതി ആളുകൾക്ക് തീരെ പണ്ടത്തെ പോലെ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ ഈ മെഷീനടക്കമുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഒരു ബാക്കി പത്രമാണ്. ഞങ്ങളിവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയതാണ് ഇതിൻ്റെ പേരിൽ. അപ്പോൾ ഇത് പണി പൂർത്തീകരിച്ച ഭാഗങ്ങളെങ്കിലും അത് ചെറിയ തരത്തിലുള്ള ഫിനിഷിംഗ് വർക്കുകൾ അവസാനിപ്പിച്ച് അതെങ്കിലും പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷെ അതുപോലും ആ പരാതി കൊടുത്തു സമരം ചെയ്തു ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. 2012 തൃശൂർ കുറ്റിപ്പുറം പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ KSTPയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. ഇതിന്റെ പണി എങ്ങും എത്താതിരുന്നതോടെയാണ് 2021 റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2021 തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളും സാമ്പത്തിക പരാധീനം മൂലം മുടങ്ങിയത്.
കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കുറ്റിപ്പുറം മുതൽ തൃശ്ശൂർ വരെയുള്ള വാഹനപ്പെരുപ്പം ഇനിയും ഏറെ കൂടും. അതിനാൽ തൃശ്ശൂർ കുറ്റിപ്പുറം 4-വരിപ്പാതയുടെ നിർമ്മാണം വളരെ വേഗം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വാഹനത്തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പാതയാണ് തൃശ്ശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത. ഈ പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് 2012 സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുന്നത്. വർഷം ഇത്ര പിന്നിടുമ്പോഴും ഈ പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇനി എത്ര നാൾ കൂടി വേണ്ടിവരും എന്നൊരാശങ്കയാണ് ജനങ്ങൾക്കും ഉള്ളത്. എത്രയും വേഗം ഈ പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകണമെന്നാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ സഞ്ചാരികളും ആഗ്രഹിക്കുന്നത്. ക്യാമറാമാൻ ആൽജോയോടൊപ്പം പുഴയ്ക്കൽ നിന്നും ഷെഗിന ന്യൂസിനു വേണ്ടി സണ്ണി പീറ്റർ.